ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഞങ്ങളുടെ അടുത്ത് പറയുന്ന എല്ലാവരും ഫ്രണ്ട്സാണല്ലോ, യൂട്യൂബിലാരും പറഞ്ഞിട്ടില്ല. യൂട്യൂബിൽ അങ്ങനെ പറയാൻ തക്ക ഇതൊന്നും ആയിട്ടില്ല നമുക്ക്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഒന്ന് ചെയ്യടിയെന്ന് എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണത്. എല്ലാവരുടെയും പോലത്തെ ഒരു സാധാരണ ദിവസം ഉണ്ടാകും. ഒരു സാധാരണ ഞായറാഴ്ചയാണ്. എനിക്കും വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല പോകാൻ. അങ്ങനെ പോകാനും അങ്ങനെ വലിയ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഞാൻ ഫുൾ ടൈം വീട്ടിലായിരിക്കും. പിന്നെ ഹസ്ബൻഡ് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് ചിലപ്പോൾ ഒന്ന് പുറത്ത് പോകണത്. അല്ലെങ്കിൽ ഫുൾ ടൈം വീട്ടിൽ തന്നെ പിള്ളേരെ കൂടി ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ സ്പെഷ്യലി സാമ്പാറും ഇഡ്ഡലിയുമാണ് രാവിലെ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ഓക്കെ. പിന്നെ പറയാനുള്ളത്, എൻ്റെ ഈ ക്യാമറ സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഇപ്പം തന്നെ ഫോൺ താഴത്തേക്ക് പോകണേണ് തെന്നി. അപ്പം അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പുതിയ തുടക്കമല്ലേ അത്. ആദ്യമായിട്ട് ഞാനപ്പോൾ ഓർക്കണേ ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണത് വളരെ സമ്മതിക്കണോട്ടാണ്. കാരണം ഈ പോകുന്നത് എല്ലാ സ്ഥലത്തും ഈ ക്യാമറയും കൊണ്ട് നടക്കണ്ടേ. എന്തായാലും നമ്മൾ കഷ്ടപ്പെടാൻ തീരുമാനിച്ചുകൊണ്ടിട്ട് ഇന്നിത്തിരി കഷ്ടപ്പാടാവാം. ഇഡലിയും സാമ്പാറും ഒക്കെ റെഡിയാണ്. ചായയും റെഡിയാണ്. ഇവിടെ കട്ടൻ ചായ ഇട്ടാ. പിന്നെ ഇത് കൊഴുക്കട്ട ഇന്നലെ കൊണ്ടുവന്ന് തന്നതാണ്. ഇന്നലെ കൊഴുക്കട്ട ശനിയായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അയൽവക്കത്തുള്ളവരിങ്ങനെ തരും. എല്ലാ പരിപാടിക്കും തരും കേട്ടോ. അവരെന്ത് പരിപാടി ഉണ്ടായാലും തരും. ഞാൻ ഈ ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാതിരുന്നത് ഈ കുഞ്ഞാൾ ഇവിടെ എഴുന്നേറ്റ് അലമ്പുണ്ടാക്കിയതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. ബേബി ഒരു ഹായ് പറഞ്ഞേ. ഇനു ബേബി എഴുന്നേറ്റ് കൊണ്ടിട്ടാണല്ലേ അമ്മ എടുക്കാഞ്ഞ വീഡിയോ. ഇനു ബേബിക്ക് ഇടയ്ക്ക് ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വാശിയാണ് അല്ലേ കുഞ്ഞാ? വാശിയാണല്ലേ കുഞ്ഞിന്. അമ്മ എടുക്കണം, അമ്മേനെ കാണണം. വാശിയില്ലേ? നോട്ടം നോക്കിയ ഇനു ബേബിക്ക് കുടിക്കാന്ന് ചോദിച്ചാൽ പൊട്ട് വെള്ളരിയുടെ ജ്യൂസ് നൈസായിട്ട് എൻ്റെ കൈ തട്ടി ഒന്ന് മറിഞ്ഞു പോയി. ബാക്കി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഫ്രീസറിലോട്ട് വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ചെമ്മീൻ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. ഉണക്ക ചെമ്മീനാണ് കേട്ടോ, പച്ച ചെമ്മീനല്ല. അപ്പം ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ലഞ്ചാണ്. ചേട്ടനൊക്കെ വന്നേക്കണോണ്ടിട്ട് ഇന്നും അവരെ കൂടി ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പണിയിൽ എളുപ്പമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി ഇരുന്നു. അവൻ്റെ ആൾക്കാരായിരിക്കും കേട്ടോ, വേറെ ആരുടെടുത്തും ഇരിക്കില്ല അവൻ. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളിട്ട് അവൻ എന്നെ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ അവൻ ഫുൾ ടൈം എൻ്റെ കൂടെയാണ്. ബാക്കി എല്ലാവരും ജോലിക്ക് പോകില്ല ഇവിടെ. അതുകൊണ്ട് എൻ്റെ പുറകെ അമ്മ ഫുൾ ടൈം അമ്മയാണത്. അമ്മക്കുട്ടനാണത്. ക്യൂവി പിന്നെ എല്ലാവരോടും സെറ്റാണ്. അവൻ എല്ലാവരും കൂടി നടക്കുമായിരുന്നു. അവനങ്ങനെ ഞാൻ വേണമെന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനും അങ്ങനെയല്ല. ഇനി ഫുൾ ടൈം എൻ്റെ മേത്താണ് ഫുൾ ടൈം. ഇതിപ്പോൾ ആരും ഇല്ലെങ്കിൽ ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്തും എൻ്റെ ഒക്കത്തിരുന്ന് ഇതൊക്കെ കാണും പുള്ളി. ചൂടിനുള്ള ശമനത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ പൊട്ടുവെള്ളരി ജ്യൂസ് കുടിക്കാൻ പോകും. നല്ല തണുപ്പായെന്ന് തോന്നണല്ലേ. ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇനു ബേബി ഇവിടെ എണീറ്റ് കരച്ചിലാണ്. ഭയങ്കര കരച്ചിലാണ്. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം 5 മണിയാകാറായി. നല്ല മഴ പെയ്യാനായിട്ട് പോകുന്നുണ്ട്. നല്ല
എന്താണ് മഴക്കാറ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇനിയിപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് എക്സാമാണ് യുവിയുടെ നാളെ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നു അല്ലേ യുവി? ലാസ്റ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനിലാണ് ഞങ്ങൾ. നാളെ മാത്സ് എക്സാമാണ്. നാളത്തോടുകൂടെ എക്സാം തീരണയാണ് യുവിയുടെ. അപ്പോൾ അതിനുള്ള ഇത് പഠിച്ചുകൊണ്ടിരിക്കാനാണ്. ക്ലീനിങ് ഒക്കെ കുറച്ച് തന്നെയാണ് കഴിഞ്ഞത്. അതൊക്കെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചില വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റാറില്ല. ഇയാളുടെ ഒരു ഇതുകൊണ്ടിട്ടാണ് എടുക്കാൻ പറ്റാതെ വരുന്നത്. എന്നാലും ഇനി പറ്റുന്നത് പോലെയൊക്കെ ഞങ്ങൾ ഡെയിലി മൈ ലൈഫ് ചെയ്യാൻ നോക്കും. ഇപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്. ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയി. അപ്പോൾ 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളിതേ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ആ ഒരു ചുറ്റുപാടും കാര്യങ്ങളും. ഇവിടെ നമ്മുടെ വീടാണ് ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ എന്നോട് കസിൻസൊക്കെ ചോദിക്കാറുണ്ട്, നീ എങ്ങനെ കുട്ടികളായിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നടി, നിന്നെ നീ സമ്മതിച്ചെന്നെ. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി കുറച്ച് മാറിയാണ് നമുക്ക് വീട് അയൽവക്കങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ന്യൂ ബേബി ആണെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണേ. ഇവിടെ ഞങ്ങൾക്ക് കണ്ടൊരു വല ഉണ്ടായിരുന്നു. കണ്ടോ ഞങ്ങളുടെ സ്ഥലം അതെ കാടാണ്. യുവി പറയുന്നത് കേട്ടില്ലേ, കാടാണ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു. ഇവിടെ തോടും അങ്ങനെയുള്ളതൊക്കെ. മണ്ണ് അത് തോട് വാരിയിട്ടുള്ള മണ്ണ്. ഇപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു അന്തരീക്ഷം. ഇപ്പൊ അങ്ങനെ വെള്ളം മഴ പെയ്ത് കൂടി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഏറ്റം കയറുമ്പോൾ വെള്ളം ഞങ്ങൾക്ക് ഇവിടെ വീടിൻ്റെ മുറ്റത്തൊക്കെ വരും. അതാണ് അവനാ പറയണത്. ഇവിടെ വന്ന ആൾക്കാരൊക്കെ എല്ലാവരും പറയും നിങ്ങളുടെ ഈ സ്ഥലം കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇവിടെ ജീവിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണം. കാരണം നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ ഇല്ല. മെയിൻ റോഡിലോട്ടൊക്കെ കയറണമെങ്കിൽ കുറച്ചങ്ങോട്ട് നടക്കണം. അപ്പോൾ പേഷ്യൻസൊക്കെ ആണെങ്കിൽ ചെറു റിസ്ക്കാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വഴി ഇതുവരെ ഇവിടെ സെറ്റായിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ വഴി കൂടെ ഇങ്ങനെ നടക്കുക. ഇതാണ് വഴി കേട്ടോ. ഇതൊക്കെയാണ് വഴി ഇവിടുത്തെ. മറ്റൊരു വീഡിയോയിൽ ഞങ്ങളുടെ വേറൊരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ ചേരാനല്ലൂരിലെ കാവതിയാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു ഇതിന് മുന്നേ. അതിനകത്ത് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിറയെ മറ്റേ റോസ് കളറിലെ ആമ്പലില്ലേ, അത് വിരിയോട്ടോ നിറയെ. ഇത് കണ്ട അതിൻ്റെ ഇലയാണിത്. അപ്പോൾ നേരത്തെയൊക്കെ കുറേ വിരിയുമായിരുന്നു. ഇപ്പോൾ പക്ഷെ അങ്ങനെ കുറച്ചേ വിരിയുന്നുള്ളൂ, അധികവും ഇല്ല. ഈ ഓണത്തിൻ്റെ ആ ടൈമിലൊക്കെ നല്ലോണം പൂവുണ്ടാവും. ഞങ്ങൾ ഇതിൽ കൂടെ വഞ്ചിയൊക്കെ തുഴഞ്ഞ് പോകാറുണ്ട് കേട്ടോ. ഇപ്പം ഇനിയിപ്പോൾ എന്താ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറൊക്കെ ചൂടാക്കണം, കറിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ വേറെ ഒന്നും തന്നെ അങ്ങനെ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയേക്കുന്നതുകൊണ്ട് അവരിനിപ്പോൾ വൈകി വരുള്ളൂ. പിന്നെ പിള്ളേരെയൊക്കെ നേരത്തെ കിടത്തി ഉറക്കണം. നാളെ ക്ലാസ്സിൽ പോകാനുള്ളതുകൊണ്ട്. നാളെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുണ്ട് എനിക്ക്. പക്ഷേ നടക്കുമെന്ന് എനിക്കറിയില്ല. സാഹചര്യം പോലെ ഇരിക്കും. എനിക്ക് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. വീഡിയോസ് നമുക്ക് ലോങ് വീഡിയോസ് കുറവാണ്, ഷോർട്സും ഇപ്പോൾ ഭയങ്കര കുറവാണ്. എല്ലാം ചെയ്യാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, ടൈം ഒരു പ്രശ്നം തന്നെയാണ്. ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ചേട്ടനാണെങ്കിലും ഓട്ടം പോണോണ്ടിട്ട് ചിലപ്പോൾ ലോങ് വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല. നമ്മൾ ഉറങ്ങേണ്ട ഉറക്കം ഉറങ്ങി തീർത്തില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അപ്പം ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കൊണ്ട് എഡിറ്റ് ചെയ്തിങ്ങനെ ഫോണിൽ നോക്കിയിരിക്കാനായിട്ടുള്ള ഒരു സമയമൊന്നും കിട്ടണില്ല. മാക്സിമം ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് നോക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മൾ ഇത്രയും ഇതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എല്ലാവരോടും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത്, കുറേ പേര് നമ്മുടെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച കുറേ പേരുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നോക്കാം, നമുക്ക് ലോങ് വീഡിയോസ് ഇനിയും വരുമോ എന്ന് നോക്കാം.
എന്തായാലും മാക്സിമം ട്രൈ ചെയ്തിരിക്കും. എന്താണ് എന്തെന്നാണ് ഇത്? പൊട്ടുവെള്ളിരിയാ ഈ കൈ കളിച്ചേ സത്യത്തൂത്തിനാണ് അച്ഛനാ. അച്ഛ വരാനാ വെയിറ്റ് ചെയ്ത് കൈ കഴുകാൻ. കൊപ്പിളിച്ചേ തുപ്പിക്കളാ. അങ്ങനെ ഞങ്ങളുടെ അച്ഛ വന്നു വീട്ടിൽ. അച്ഛ എന്താ കൊണ്ടുവന്നതിന്? അയ്യോ ചിക്കൻ ചിക്കൻ ഫ്രൂട്ട്സ് കൊണ്ടുവന്നില്ലേ? തണ്ണിമത്തം കൊണ്ടുവന്ന് പിന്നെ മിക്സർ കൊണ്ടുവന്ന പിന്നെ നുറുക്ക് പിന്നെ കുറെ ഇവർക്ക് വെക്കേഷൻ ഇനി തുടങ്ങുമ്പോഴത്തേക്കും ഫുൾ ടൈം വിശപ്പായിരിക്കും. ടി വി കാണുക വിശക്കുക, ടി വി കാണുക വിശക്കുക. ഇത് തന്നെയാണ് ഞം ഞം ബാക്കിലിരിക്കണ കണ്ടാ അതിന് ഫുൾ ടൈം അത് തന്നെയാണ് പണി. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിലേക്ക് ചിക്കൻ കൊണ്ടാട്ടം പിന്നെ എന്താ പിന്നെ ചില്ലി ചിക്കനാണ് ഞങ്ങൾക്ക് ഇന്ന് കറി. പുറത്തുനിന്ന് കൊണ്ടുവന്നത് സ്പെഷ്യൽ, സൺഡേ സ്പെഷ്യൽ, നൈറ്റ് സ്പെഷ്യൽ. ഇപ്പൊ സമയം 9 മണിയാകാൻ പോണ്. അപ്പൊ ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോണേ. നാളെ എക്സാം ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഇന്ന് 10 മണിക്കെങ്കിലും കിടത്തി ഉറക്കിയാലേ നാളെ 7:30 ആകുമ്പോൾ എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെ ചെറിയ സന്തോഷങ്ങളും ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.